ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ വന്ന് ഇറങ്ങിയ വഴി തന്നെ മമ്മി പറഞ്ഞു, മംഗോസ്റ്റിൻ കഴിച്ചിട്ടുണ്ട്, നിനക്കുള്ളത് പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ആകാംക്ഷ കൂടുതലായതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ ചോട്ടിലേക്ക് പോയി നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അങ്ങനെ പോകുന്ന പോക്കിൽ ഒരു പുതിയ റംബൂട്ടാനാണ് നമ്മുടെ. അത് കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നിറം മാറി ഒരെണ്ണം ഞാൻ പറിച്ച് പൊട്ടിച്ച് നോക്കി, പക്ഷേ പഴുത്തിട്ടില്ല. റെഡ് കളറാണ് കേട്ടോ, ആവുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നേരെ ലക്ഷ്യം വെച്ച് പോകുന്നത് നമ്മുടെ മംഗോസ്റ്റിൻ പ്ലാന്റിൻ്റെ അടുത്തേക്കാണ്. ചെന്ന വഴി തന്നെ താഴെയെല്ലാം പഴുത്ത് ചാടി കിടക്കുകയാണ് മംഗോസ്റ്റിൻ കായ്കൾ. അതൊക്കെ പറക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ അതിന് മുകളിലും പറിക്കാൻ പാകത്തിന് നിൽക്കുന്നതുണ്ട്. അതെല്ലാം പറിച്ചെടുത്തു. ഈ മംഗോസ്റ്റിൻ ഞങ്ങൾ നട്ടിട്ട് ഏകദേശം ഒരു 10-12 കൊല്ലമായി. കഴിഞ്ഞ കൊല്ലമാണ് ഇത് ആദ്യമായിട്ട് കായ്ച്ചത്. പിന്നെ ഈ വർഷവും കായ്ച്ചു. നല്ല ടേസ്റ്റാണ്. ഈ ഫ്രൂട്ടിനെ പറ്റി പ്രത്യേകിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രൂട്ട്സിൻ്റെ തന്നെ ക്യൂൻ എന്ന് അറിയപ്പെടുന്നത് ഈ ഫ്രൂട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ അതിൽ നിന്നുള്ള കായ്കളെല്ലാം തന്നെ ഞാൻ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം വീട്ടിൽ പോരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ മൾബറി. അപ്പോൾ മൾബറിയിൽ നിന്നും അവിടെ നിന്നൊക്കെ 2-3 പറിച്ച് ഞാൻ കഴിക്കും. ഇതൊന്നും വീട്ടിലുള്ളവർ കഴിക്കില്ല. അപ്പം ഞാനാണിത് ഒക്കെ കഴിക്കുന്നത്. പപ്പയും മമ്മി വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ വന്ന് കഴിയുമ്പോഴാണ് ഇതെല്ലാം നടന്ന് പറിച്ച് ഇങ്ങനെ കഴിക്കുക. ഇതൊരു തരം പേരയ്ക്കാണ് കേട്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. ചെറിയ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു പേര ആണത്. പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൂക്കൾ ഈ വട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് ആവാനുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ളത് അകത്ത് വൈറ്റ് കളറുള്ളതാട്ടോ. നല്ല മധുരമാണ്. നമ്മൾ ശരിക്കും കടയിൽ പോയി മേടിക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടുകൾക്ക് പലതിനും യാതൊരു വികാരവും ഇല്ലാത്ത ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ ഉണ്ടായത് ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ അതിൻ്റെ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങ പറിച്ചു, പഴുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന റംബൂട്ടാൻ യെല്ലോ കളറ് ആയി വരുന്നു. വലുതായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചപ്പോൾ നല്ല മധുരം. ഇത് വേറെ ഒരു റംബൂട്ടാനാണ്. ഇതിൻ്റെ തന്നെ വേറൊരു സൈഡിൽ നിൽക്കുന്ന അതും റെഡ് കളർ റംബൂട്ടാനാണ്. അങ്ങനെ എനിക്ക് ഞാൻ പറിച്ചെടുത്തതും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഞാൻ എൻ്റെ കഴിക്കുന്ന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഒരെണ്ണം പൊട്ടിച്ചു. ഈ വായിലിട്ടുമ്പോൾ എന്താ പറയുക, മെൽട്ടായി പോവാണ്. അതിൻ്റെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാനൊക്കെ ഭയങ്കര മധുരത്തിന് അഡിക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോൾ മമ്മി പിന്നെ മാമ്പഴം ചെത്തി തന്നു, മാമ്പഴം തിന്നു. അങ്ങനെ എല്ലാം അടിച്ച് കയറ്റി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ.